എല്ലാവർക്കും നല്ല പെരി പെരി അൽഫാമും നല്ല ചൂടുള്ള മന്തി ഇങ്ങനെ വിതരണം ചെയ്തതിന്റെ പിന്നിലൊരു കഥ തന്നെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് കൂടുതൽ കണ്ടിട്ട് ടൈം നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ടൈം ഇപ്പം വള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് നമ്മളൊന്ന് ഉച്ചക്ക് മന്തി ചെയ്യും, അതല്ലെങ്കിൽ തിരിച്ചു എന്നോട് പറയിച്ചാ അങ്ങനെ ബെറ്റ് വെച്ചത് അടപടല മൂഞ്ചി എന്നുള്ള സ്ഥിതിക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് മന്തി കഴിക്കാന്നുള്ള രീതിക്ക് തന്നെ എല്ലാവരും തിരിച്ചു പുറപ്പെട്ടു. ആ പോക്ക് മുതലാക്കാൻ വേണ്ടിയിട്ട് റാഷിദ് അവന്റെ വീട്ടിലുള്ള ബാക്കി സാധനം വണ്ടി കയറ്റി. എന്തായാലും ചങ്കട്ടിക്ക് വന്ന സ്ഥിതിക്ക് എവിടെ കയറി മന്തി കഴിക്കാന്നുള്ള ആലോചനയിലായിരുന്നല്ലോ. ആകെ കോട്ടക്കല്ലിൽ നല്ല മന്തി കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് കടകളിൽ മാത്രമല്ല, അതിൽ പെട്ട ഒന്ന് തന്നെ നമ്മളെ കൗസർ മന്തി എന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ കയറാന്ന് വിചാരിച്ചു. മെനു നോക്കിക്കാണ്ട് എല്ലാവർക്കും പല രീതിയിലുള്ള മന്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് തർക്കം വേണ്ടാന്ന രീതിക്ക് നമ്മൾ ആദ്യം നോർമൽ കുഴിമന്തി തന്നെ ഓർഡർ ആക്കി. പിന്നെ കൂട്ടത്തിന് അതിന്റെ കൂടെ എല്ലാവർക്കും സന്തോഷമാകാൻ വേണ്ടിയിട്ട് പെരി പെരി അൽഫാമും അതേപോലെ എല്ലാവർക്കും 8 പീസാക്കി. നല്ലോണം നീന്തി കുളിച്ച് വന്നതിന്റെ ക്ഷീണം കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല അറ്റാക്ക് ഇറങ്ങാന്നുള്ള രീതിക്ക് തന്നെയാണ് തുടങ്ങി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറാക്കി നല്ല ചൂട് നല്ല ചിക്കൻ മന്തി അതേപോലെ നല്ല പെരി പെരി അൽഫാം കൂട്ടിക്കൈ. സംഭവം എന്തായാലും അടിപൊളി മന്തിയൊക്കെ തന്നെയാണ്. എല്ലാം ഉഷാറാക്കിയിട്ട് കഴിക്കാനും പറ്റുന്നുണ്ട്. എന്തായാലും വെറ്റ് മൂഞ്ചിക്കണമെന്നുണ്ടെങ്കിലും നിന്നതിൽ ഒരു കുറവുണ്ടായിട്ടില്ല. അങ്ങനെ തിന്ന വില്ലും എല്ലാവരും കൂടെ കട്ടക്കിട്ടുകാണ്ട് ഇറങ്ങി താഴേക്ക് പോകുന്ന ഇടയിലാണ് അവിടെ താഴെ വലിയ തർക്കം നടക്കുന്നത്. അടുത്ത വെറ്റ് വേണമെന്ന് പറഞ്ഞിക്കാണ്ട് വീണ്ടും ഇനി അടുത്ത വെറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ.